ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. 10 റീസൺസ് വൈ യു ക്യാൻ കൺസിഡർ മൂവിങ് ടു ലക്സംബർഗ്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട്. ലോകത്ത് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആക്കിയിരിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ലക്സംബർഗ്. ട്രെയിൻ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ട്രാം ആയിക്കോട്ടെ, ഫേണിക്കുലർ ആയിക്കോട്ടെ, ഇതെല്ലാം ഫ്രീ ആണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് കാശ് ചിലവാക്കേണ്ടി വരില്ല. സോ അങ്ങനെ കിട്ടുന്ന കാശ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ കൺട്രി സൈഡ് ആണെന്നുണ്ടെങ്കിലും സിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്നിനെങ്കിലും ഒരു ബസ് റൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ പറ്റും. സോ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇസ് എ ബിഗ് പ്ലസ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ടൈമിങ്സും പറയണം. മിഡ് നൈറ്റിൽ സാധാരണ ഉണ്ടാവാറില്ല. ഏകദേശം 12 മണിയോടെ തന്നെ ലാസ്റ്റ് ബസ്സോ ട്രെയിനോ ഒക്കെ ആയിരിക്കും. അതിനുശേഷം പിന്നെ പുലർച്ചെ ആയിരിക്കും സർവീസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡ് നൈറ്റിൽ ഈ സർവീസസ് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് നൈറ്റിൽ മാത്രം ഓടാൻ വേണ്ടിയിട്ടുള്ള ലേറ്റ് നൈറ്റ് ബസ് സർവീസുകളും ലക്സംബർഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഏകദേശം ഒരു 12 മണിയുടെ ട്രെയിനൊക്കെ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ഓരോ 1 അവർ കൂടുമ്പോഴൊക്കെ ഒരു ലേറ്റ് നൈറ്റ് ബസ്സും എന്തായാലും ഉണ്ടാവും. ഹയസ്റ്റ് സാലറി. നമ്മളിപ്പോൾ യൂറോപ്പിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹയസ്റ്റ് സാലറി കൊടുക്കുന്ന രാജ്യങ്ങളിൽ ലക്സംബർഗ് എപ്പോഴും ഒരു ടോപ്പ് 5 എന്തായാലും ഉണ്ടാവും. 2024 കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള കൺട്രീസ് എടുത്തു നോക്കുമ്പോൾ ലക്സംബർഗിൻ്റെ സ്ഥാനം 2ാമത്തേതാണ്. അതേപോലെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സിന് മാസം മിനിമം 2570 യൂറോ ആയിരിക്കും സാലറി ഉണ്ടാവുക. ഇനിയിപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ അത് 3085 ആയിരിക്കും. മിനിമം വേജിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ലക്സംബർഗ്. ലോകത്ത് തന്നെ ഉള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലക്സംബർഗിൻ്റെ റാങ്ക് വന്നിട്ട് 381 ആണ്. ഇനി യൂറോപ്പ് മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 160 ആണ്. സ്റ്റേറ്റ് ഫണ്ടിങ് ഉള്ള കാരണം തന്നെ വളരെ അഫോർഡബിൾ ആണ് ലക്സംബർഗിലെ സെമിസ്റ്റർ ഫീസുകൾ. കൃത്യമായിട്ടുള്ള ഫീസ് ഡീറ്റെയിൽസിന് എന്തായാലും നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ലക്സംബർഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. എന്നാലും ആദ്യത്തെ 2 സെമിസ്റ്ററിൽ 400 യൂറോ വെച്ചിട്ടും ബാക്കിയുള്ള സെമിസ്റ്ററുകളിലൊക്കെ 200 യൂറോ വെച്ചിട്ടാണ് പൊതുവെ ഫീസ് ഉണ്ടാവാറ്. സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട്. ലക്സംബർഗ് പാസ്പോർട്ട് ഇസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് ഇൻ ദ വേൾഡ്. നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാം സ്ഥാനത്താണ് ലക്സംബർഗ് പാസ്പോർട്ടിൻ്റെ സ്ഥാനം. 192 രാജ്യത്തിലേക്ക് വിസ ഫ്രീ ആയിട്ടുള്ള ട്രാവലും ലക്സംബർഗ് പാസ്പോർട്ട് ഉള്ള ആൾക്കാർക്ക് പറ്റും. അടുത്ത ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സേഫ്റ്റി. ലക്സംബർഗ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മൾ ഏത് കൺട്രിയിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ഒരു സേഫ്റ്റീൻ്റെ കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. ലക്സംബർഗ് ഇസ് വൺ ഓഫ് ദി സേഫസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇവിടുത്തെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് സർവീസും പിന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ലക്സംബർഗിനെ ഒരു സേഫ് കൺട്രി ആക്കാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ക്രൈം റേറ്റ്സ് ഉള്ള രാജ്യം കൂടിയാണ് ലക്സംബർഗ്. ലക്സംബർഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസ് ആണല്ലോ. അതേപോലെ തന്നെയാണ് സെക്കൻഡ് സേഫസ്റ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ ആണ് ലക്സംബർഗ്. ക്ലെൻലിനെസ്. ലക്സംബർഗിൻ്റെ EPI സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 72.3 ആണ് സ്കോർ വന്നിട്ടുള്ളത്. അതായത് ലക്സംബർഗ് ഇസ് എ ക്ലീനസ്റ്റ് കൺട്രി. ക്ലീനസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വൺ ഓഫ് ദി ക്ലീനസ്റ്റ് കൺട്രി ആണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റവുമാണ് ലക്സംബർഗിനെ ക്ലീനസ്റ്റ് കൺട്രിയിൽ ഒന്നാക്കാൻ സഹായിക്കുന്നത്. ഡൈവേഴ്സിറ്റി. ലക്സംബർഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് മിക്സ്ഡ് കൾച്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരു കൺട്രിയാണ് ലക്സംബർഗ്. പിന്നെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം 1 കൊല്ലമായി. ഇതുവരെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രഞ്ച് ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ലക്സംബർഗിഷ് ആൾക്കാരുണ്ട്, ബെൽജിയത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പോർച്ചുഗീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരും കൂടെ വന്ന് താമസിക്കുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ്. പിന്നെ അതൊന്നും പോരാട്ട് ഇപ്പോൾ ഒരുപാട് വേൾഡ് വൈഡ് ഒരുപാട് കൺട്രീസ് നിന്നുള്ള ആൾക്കാരും ലക്സംബർഗിൽ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പോയിന്റിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. ഡൈവേഴ്സിറ്റീൻ്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യമാണ് ലാംഗ്വേജ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച്,
ജർമ്മൻ, ലക്സംബർഗിഷ് ആണെങ്കിൽ കൂടെ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ക്രൗഡിൻ്റെ അടുത്ത് യാതൊരു വേർതിരിവും അവർ കാണിക്കില്ല. ഇനി അഥവാ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവർ നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ. പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫ്രഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഫ്രഞ്ചിലാണെങ്കിൽ കൂടെ നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജസ് ഒന്നും അറിയാതെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആരും കഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. ജോലിയുടെ കാര്യം വരുമ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ ഈ 3 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമൊന്നുമല്ല. സോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ലൊക്കേഷൻ, നമ്മൾ ലക്സംബർഗ് മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ലോക്ക് ആയിട്ടുള്ളൊരു കൺട്രിയാണല്ലേ ലക്സംബർഗ്. ഏകദേശം 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനുമാണ് ലക്സംബർഗിലെ പോപ്പുലേഷൻ ഉള്ളത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനീൻ്റെ നടുവിലായിട്ടാണ് ലക്സംബർഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നമുക്കിപ്പോൾ ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യാനും ജർമ്മനിയിലേക്ക് ട്രാവൽ ചെയ്യാനും ബെൽജിയത്തിലേക്ക് ട്രാവൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ലക്സംബർഗിൽ താമസിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ക്രോസ് ബോർഡർ വർക്കേഴ്സ് ഉണ്ട്. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഹയസ്റ്റ് സാലറി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലക്സംബർഗിലേക്ക് ഡെയിലി വന്നു പോയി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഹൈ റെന്റ് ഒക്കെ കാരണം തന്നെ ഒരുപാട് ആൾക്കാർ ലക്സംബർഗിലാണ് ജോലി എന്നുണ്ടെങ്കിൽ കൂടെ ഈ നെയ്ബറിങ് കൺട്രീസിലൊക്കെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. ആൻഡ് വന്നു പോകുന്ന കാര്യം അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. കാരണം ലക്സംബർഗ് ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണല്ലോ. ജസ്റ്റ് ആ ഒരു രാജ്യത്തെ കാശ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ലക്സംബർഗിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പീസ്ഫുള്ളും സൈലൻറ്റും ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലക്സംബർഗ്. അധികം ഒച്ചപ്പാടും ബഹളമൊന്നും അധികം ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൺട്രി സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിലും വളരെ പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാപവും ഒക്കെ അടങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ലക്സംബർഗ്. ഇനിയിപ്പോൾ സിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒരു സൺഡേ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി സൈലന്റ് ആണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും കാണുന്നത്. നൈറ്റ് ലൈഫ് ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ലക്സംബർഗ്. സോ വളരെ സൈലൻറ്റും പീസ്ഫുള്ളും ആയിട്ടുള്ളൊരു രാജ്യം കൂടിയാണ് ലക്സംബർഗ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ടോട്ടലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ 10 അഡ്വാൻറ്റേജസ് ആണ് ലക്സംബർഗിനെ പറ്റിയിട്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, സാധാരണ യൂട്യൂബിൽ കാണുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ചില കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനിൽ എടുത്ത വീഡിയോ ആണ്. സോ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലക്സംബർഗിലേക്ക് വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല കാര്യങ്ങളാണ് ലക്സംബർഗിനെ പറ്റിയിട്ട് ഒരു കൊല്ലമായിട്ട് താമസിക്കുന്ന എനിക്ക് പറയാനുള്ളത്. സോ ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.